തൊഴിൽ നൈപുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശ തൊഴിലാളികളെ ഉന്നത വൈദഗ്ധ്യം, നൈപുണ്യം, അടിസ്ഥാന പരിജ്ഞാനം എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചാകും ഇനി മുതൽ വർക്ക് പെർമിറ്റ് അനുവദിക്കുക എന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് തരംതിരിവ്. തൊഴിൽ നൈപുണ്യത്തിന്റെയും വിദ്യാഭ്യാസ യോഗ്യതയുടെയും പ്രായോഗിക പരിചയത്തിന്റെയും ശമ്പളത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള തരംതിരിവ് പ്രകാരം 3ാമത്തെ അടിസ്ഥാന യോഗ്യതയിൽ പെടുന്നവർക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടും. ഞായറാഴ്ച മാനവ വിഭവശേഷി മന്ത്രി അഹമ്മദ് ബിൻ സുലൈമാൻ അൽ റാജ്ഹിയാണ് സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത്. 2 ഘട്ടങ്ങളായാണ് പുതിയ നിയമം നടപ്പിലാക്കുക. ഈ വർഷം ജൂലൈ 6 മുതൽ ആരംഭിച്ച ആദ്യഘട്ടത്തിൽ നിലവിൽ രാജ്യത്തുള്ള തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ ശമ്പളത്തിന്റെയും ജോലിയുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കും. ഓഗസ്റ്റ് 3 മുതലുള്ള 2ാം ഘട്ടത്തിൽ സൗദിയിൽ പുതിയതായി എത്തുന്നവർക്ക് വർക്ക് പെർമിറ്റുകളാണ് തരംതിരിക്കുക. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരു വിഭാഗത്തിൽ നിന്ന് അടുത്ത വിഭാഗത്തിലേക്ക് മാറാൻ സാധിക്കും. തരംതിരിക്കൽ സംവിധാനം മന്ത്രാലയത്തിന്റെ ഖിവ പ്ലാറ്റ്ഫോമിലെ തൊഴിൽ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിൽ ലഭ്യമാകും. ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ ഗൈഡും പുറത്തിറക്കിയിട്ടുണ്ട്. ഉന്നത വൈദഗ്ധ്യ വിഭാഗം, നൈപുണ്യ വിഭാഗം, അടിസ്ഥാന വിഭാഗം എന്നിങ്ങനെയാണ് വർക്ക് പെർമിറ്റിൽ രേഖപ്പെടുത്തുക. തസ്തികകൾക്ക് ആവശ്യമായ അക്കാദമിക് യോഗ്യത, പ്രായോഗിക പരിചയം, അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളുടെയും തൊഴിലിന്റെയും സ്വഭാവത്തെയും അടിസ്ഥാനമാക്കിയുള്ള പ്രൊഫഷണൽ ശേഷി, ശമ്പളം എന്നിവയാണ് മാനദണ്ഡങ്ങൾ. ഓരോ വിഭാഗത്തിനും പ്രത്യേക മാനദണ്ഡങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത എന്തായിരിക്കണം, എത്ര വർഷത്തെ പ്രായോഗിക പരിചയം വേണം, ശമ്പളം എത്ര, പ്രൊഫഷണൽ വൈദഗ്ധ്യം എങ്ങനെ എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങളിൽ വിഭാഗത്തിനനുസരിച്ച് മാറ്റം വരും. ഉന്നത വൈദഗ്ധ്യ വിഭാഗം എന്ന വിഭാഗത്തിൽ മാനേജർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, ടെക്നീഷ്യന്മാർ, അസിസ്റ്റന്റ് സ്പെഷ്യലിസ്റ്റുകൾ എന്നിവരാണ് ഉൾപ്പെടുക. സൗദി ഏകീകൃത തൊഴിൽ വർഗീകരണ നിയമാവലി പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളും പോയിന്റ് സിസ്റ്റവും ഈ വിഭാഗത്തിൽ പെടുന്നവർക്ക് പാസ്സാകണം. മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള ശമ്പളത്തേക്കാൾ കുറവായിരിക്കരുത്. നൈപുണ്യ വിഭാഗത്തിലുള്ളവർ തൊഴിൽ വർഗീകരണ നിയമാവലിയിലെ 4 മുതൽ 8 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടും. ശമ്പളം മന്ത്രാലയം നിശ്ചയിക്കുന്നതിനേക്കാൾ കുറവായിരിക്കരുത്. നിയുക്ത അക്രഡിറ്റേഷൻ പ്രോഗ്രാം പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം. അടിസ്ഥാന വിഭാഗത്തിലുള്ളവർ വർഗീകരണ നിയമത്തിലെ 9ാം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുക. നിർദ്ദിഷ്ട സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഈ വിഭാഗത്തിൽ തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിയാൻ പാടില്ല.